ശ്രീ ജേക്കബ് ജോർജ്, വളരെ പ്രധാനപ്പെട്ട ഒരു നടപടിയാണ് സംസ്ഥാന സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവും ഉണ്ടാകേണ്ടതില്ല. ഇതൊരു ചെറിയ കാര്യമല്ല. ജനം ഇത് എങ്ങനെ കാണും എന്നുള്ളത് നമ്മൾ 2021 കണ്ടതാണ്. അതിനു മുമ്പ് ഏതൊക്കെ തരത്തിലുള്ള തെരഞ്ഞെടുപ്പുകൾ എങ്ങനെയൊക്കെ ഇടതുപക്ഷത്തിന് അനുകൂലമോ പ്രതികൂലമോ ഒക്കെ ആയിട്ടുണ്ടെങ്കിലും ഉപതെരഞ്ഞെടുപ്പുകളിൽ പരാജയപ്പെട്ടിട്ടുണ്ടെങ്കിൽ പോലും ഒക്കെ കാണുന്നത് എന്താണ് എന്നുള്ളത് നമുക്കറിയാം. 21 എന്ത് സംഭവിച്ചു എന്നുള്ളത് അറിയാം. ഈ പ്രോഗ്രസ് റിപ്പോർട്ടിനെ താങ്കൾ എങ്ങനെ കാണുന്നു? തീർച്ചയായിട്ടും കേരളത്തിൻ്റെ കഴിഞ്ഞ കാലഘട്ടത്തിൽ കേരളം നടത്തിയ വളർച്ചയുടെ കഥയൊക്കെ പറയുന്നുണ്ട്. അതൊരു സർക്കാരിൻ്റെ അവകാശമാണ്, ഭരണ നേതൃത്വത്തിൻ്റെ ഭരണകർത്താക്കളുടെ അവകാശമാണ്. അതിനെക്കുറിച്ച് ഞാനൊന്നൊരു സംശയം പ്രകടിപ്പിക്കുന്നില്ല. പക്ഷേ എനിക്ക് അതിൻ്റെ അങ്ങപ്പുറത്തേക്ക് പറയാനുള്ളത്, വസന്ത ശ്രീഖ് പറഞ്ഞതുപോലെ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷം ഉന്നയിച്ച പ്രധാനപ്പെട്ട കാര്യം ഗവൺമെൻറ്റിൻ്റെ ഒരു പിടിപ്പുകേട്, സാമ്പത്തികമില്ലായ്മ കൊണ്ടൊക്കെയാണ്, യാതൊരു സംശയമില്ല. പക്ഷേ പല കാര്യത്തിലും ഗവൺമെൻറ്റിന് ഒരു കെടുകാര്യസ്ഥതയുണ്ട്. അത് കേരളത്തിൻ്റെ വികസന പ്രവർത്തനങ്ങളെ ബാധിച്ചിട്ടുണ്ട്. ഭരണവിരുദ്ധ വികാരം അതൊരു പ്രചാരണ വിഷയമായിരുന്നു. അപ്പോൾ തിരഞ്ഞെടുപ്പ് ഫലം 18 സീറ്റ് കിട്ടി, UDFന് കിട്ടി, കോൺഗ്രസ് അതിന് നേതൃത്വം കൊടുത്തു എന്ന് പറയുമ്പോൾ അവരുടെ പ്രചാരണം ശരിയാണ് എന്ന് വരുന്നു നമ്മുടെ കേരള ജനതയുടെ മുമ്പിൽ. അത് ഇന്നേ ദിവസം അതിന് പകരമായിട്ട്, അതിന് ബദലായിട്ട് ഒരു 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 പ്രോഗ്രസ് റിപ്പോർട്ട് അവതരിപ്പിക്കുമ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ അകത്തെ രാഷ്ട്രീയം നമുക്ക് മനസ്സിലാകുകയും ചെയ്യും. ഞാൻ പറയട്ടെ, അടിസ്ഥാനപരമായ ചില വസ്തുതകൾ. കേരളത്തിൻ്റെ ഒരു വളർച്ച മറ്റ് സംസ്ഥാനങ്ങളിൽ ഒന്നുമില്ലാത്ത വളർച്ചയാണ്. അത് ആദ്യത്തെ ഗവൺമെൻറ് 1957 ഗവൺമെൻറ് വിദ്യാഭ്യാസ രംഗത്ത് വരുത്തിയ വലിയ മാറ്റം, അടിസ്ഥാനപരമായ മാറ്റം. ആ മാറ്റത്തിൻ്റെ പേരിലാണ് കേരളത്തിൽ വിമോചന സമരം ഉണ്ടായത് എന്നുള്ള കാര്യമൊക്കെ ചരിത്രത്തിൻ്റെ ഭാഗം. അന്നാണ് ഭൂപരിഷ്കരണ നിയമം KR ഗൗരിയമ്മ കൊണ്ടുവന്നത്. ആ ഗവൺമെൻറ് അധികാരമേറ്റ് 11ാം ദിവസം തന്നെയാണ് ഇടതുപക്ഷ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭൂപരിഷ്കരണ നിയമത്തിൻ്റെ ആദ്യത്തെ ഓർഡിനൻസ് കൊണ്ടുവന്നത്. അതൊക്കെ ഓർക്കണം. അതിൽ തുടർന്ന് ഇങ്ങോട്ട് ഞാൻ എപ്പോഴും പറയുന്നത്, മാറി മാറി വന്ന ഗവൺമെൻറ്റുകൾ വലിയ നേട്ടം ഭരിച്ചിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ഫലമാണ് ഇന്ന് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം കാണുന്ന ഒരു വളർച്ച, ഒരു പച്ചപ്പ്, യാതൊരു സംശയമില്ല. ഈ പ്രോഗ്രസ് റിപ്പോർട്ടിനെ ആ നിലയ്ക്ക് തീർച്ചയായും. പക്ഷേ ജേക്കബ് ജോർജ്, നമുക്കൊരു ശീലമുണ്ടല്ലോ, നമ്മുടെ ഈ സർക്കാരുകൾ അല്ലെങ്കിൽ പാർട്ടികളൊക്കെ തന്നെ മാനിഫെസ്റ്റോ ഉണ്ടാക്കും, വാഗ്ദാനങ്ങൾ കൊടുക്കും ജനങ്ങൾക്ക്. പക്ഷേ ഇതൊന്നും എവിടെയും തിരിഞ്ഞു നോക്കാത്ത ഒരു സാധനമാണ്. ഇത് വേണ്ടതേ ഇല്ല എന്ന് ഇടക്കാലത്ത് നമ്മൾ ചർച്ച ചെയ്ത ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അവിടെ നിന്ന് ഇപ്പോൾ 2016 മുതൽ ഒരു മാറ്റം ഉണ്ടായതുപോലെ തോന്നുന്നുണ്ട്. അല്ല, എൻ്റെ ഫോക്കസ് വേറെയാണ് ലാൽ. ഞാൻ പറയുന്നത്, പക്ഷേ ഗവൺമെൻറ് എന്താണ് ചെയ്യേണ്ടത്? എൻ്റെ വിഷയം ശരിക്കും ഞാൻ പോസ്റ്റ് ഗ്രാജുവേഷൻ കേരള സർവകലാശാലയിൽ പഠിച്ചത് കമ്മ്യൂണിക്കേഷനാണ്, മാസ് കമ്മ്യൂണിക്കേഷനാണ്. ഗവൺമെൻറ് അല്ലെങ്കിൽ വ്യക്തി അല്ലെങ്കിൽ ഭരണകർത്താവ് പറയുന്നതും ചെയ്യുന്നതുമാണ് ആ ആളിൻ്റെ അല്ലെങ്കിൽ ആ സർക്കാരിൻ്റെ അല്ലെങ്കിൽ ആ ഗവൺമെൻറ്റിൻ്റെ ആ നേതാവിൻ്റെ ഒരു പ്രതിച്ഛായ നിർണ്ണയിക്കുന്നത്. ജനങ്ങൾ നമ്മളെയൊക്കെ, പ്രതിപക്ഷത്തിരിക്കുന്നവരാണെങ്കിലും ഭരണപക്ഷത്തിരിക്കുന്നവരാണെങ്കിലും രാഷ്ട്രീയ നേതാക്കളൊക്കെ, ഈവൻ പഞ്ചായത്ത് പ്രസിഡൻ്റ് ആണെങ്കിൽ പോലും ജനങ്ങൾ അവരെ ഇങ്ങനെ അനുനിമിഷം നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് ഭരണകർത്താക്കൾ ഓർക്കേണ്ടത്. അപ്പോൾ കൃത്യമായ സമയത്ത്, ഒരാണ്ടിലൊരിക്കലല്ല ഒരു പ്രോഗ്രസ് റിപ്പോർട്ട് ഇറക്കേണ്ടത്. ഓരോ കാര്യവും നടക്കുമ്പോൾ അതിനനുസരിച്ചുള്ള പ്രോഗ്രസ് അതാത് സമയത്ത് തന്നെ. ഇപ്പോൾ സ്കൂളിലാണെങ്കിൽ പോലും ഓരോ 3 മാസം കൂടുമ്പോൾ ടേംലി പരീക്ഷ നടക്കുകയും 3-ാം മാസം ആ പരീക്ഷയുടെ പ്രോഗ്രസ് റിപ്പോർട്ടുകയും കൊടുത്തേക്കുകയും അച്ഛനെ കൊണ്ട് അമ്മയെ കൊണ്ട് ഒപ്പിട്ട് മേടിക്കുകയും ചെയ്യുന്നുണ്ടല്ലോ. അതാണ് പ്രോഗ്രസ് റിപ്പോർട്ട്. കാലാകാലങ്ങളിൽ ഇത് സംബന്ധിച്ച് ഗവൺമെൻറ്, മന്ത്രിമാർ, നേതാക്കൾ ജനങ്ങളുമായിട്ട് സംവദിക്കണം, ജനങ്ങളെ വിവരം അറിയിക്കണം. ഞാൻ ഒരു പഴയ കാര്യം കൂടെ ഞാൻ പറയട്ടെ ലാൽ. ഞങ്ങൾ തിരുവനന്തപുരത്ത് പത്രപ്രവർത്തനം ഞാനൊക്കെ തുടങ്ങുന്നത്, എൻ്റെ തലമുറയൊക്കെ തുടങ്ങുന്നത് 80കളിലാണ്. അന്നൊക്കെ ഞങ്ങളുടെ സ്ഥിരം പരിപാടി, ഞങ്ങൾ തിരുവനന്തപുരത്തെ സെക്രട്ടേറിയറ്റിലെ പ്രസ് റൂം ഞങ്ങൾക്കുണ്ട് പത്രക്കാർക്ക്. ഇപ്പോഴൊന്നും ഇല്ല. ആ പ്രസ് റൂം വലിയൊരു ഹാളാണ്. അന്ന് മൊബൈലൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇഷ്ടംപോലെ ഫോണൊക്കെ വെച്ചിട്ടുണ്ട്. ഞങ്ങളുടെ ഒരു നേതാവ് മാധവൻ നായർ എന്ന് പറയുന്ന, ഞങ്ങളൊക്കെ മാധവണ്ണൻ എന്ന് വിളിക്കുന്ന ആളാണ്. ഞങ്ങളൊക്കെ രാവിലെ അവിടെ കൂടും. എന്നിട്ട് മാധവണ്ണൻ ആരെയെങ്കിലുമൊക്കെ മന്ത്രിമാരെ വിളിക്കും. എന്നിട്ട് ഞങ്ങൾ ആ മന്ത്രിമാരെ കാണാൻ പോകും.
അന്ന് ആർ ബാലകൃഷ്ണപിള്ള TMJക്ക് അതുപോലെയുള്ള മന്ത്രിമാരൊക്കെ ഉള്ള സമയമാണ്. ഞങ്ങൾ അവർ പറയുന്നത് കേൾക്കും. വലിയ പത്രത്തിൽ എല്ലാ പത്രങ്ങളിലും പിറ്റേ ദിവസം 1-ാം പേജ് വാർത്തയാണ്. അങ്ങനെ ഒരു നിരന്തരം. പിന്നെ ബുധനാഴ്ച ദിവസം നടക്കുന്ന ക്യാബിനറ്റ്, അതൊരു വലിയ സംഭവമാണ്. ആ ആഴ്ചത്തെ രാഷ്ട്രീയം പറയാൻ വേണ്ടിയാണ് അന്നത്തെ മുഖ്യമന്ത്രിമാർ, കരുണാകരനാണെങ്കിലും EK നായനാരാണെങ്കിലും അതിന് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. രാഷ്ട്രീയം ഇങ്ങനെ പത്രങ്ങളിലൂടെ ജനങ്ങളിലേക്ക് എത്തുകയാണ്. ആ ഒരു സംഭവത്തിൽ നിന്ന് ഇപ്പോൾ മാറിയിട്ട് ടെലിവിഷൻ പ്രധാനപ്പെട്ട മാധ്യമപ്രവർത്തകർ ടെലിവിഷൻ റിപ്പോർട്ടർമാരായിരിക്കുന്നു. അവരിന്ന് വ്യക്തിപരമായിട്ട് ആരെയും രാഷ്ട്രീയക്കാരെ കാണുകയില്ല. ക്യാമറ എപ്പോഴും കയ്യിലുള്ള കണ്ടത് പറ്റത്തുമില്ല. ഞങ്ങളൊക്കെ ആണെങ്കിൽ ഞങ്ങളുടെയൊക്കെ കാലത്ത് എപ്പോഴും ഞങ്ങൾ മന്ത്രിമാരുമായിട്ട് മുഖ്യമന്ത്രിമാരായിട്ട് നേരിട്ട് വ്യക്തിപരമായിട്ട് വൈകുന്നേരങ്ങളിലൊക്കെ അവരെ പോയി കാണും. രഹസ്യമായിട്ട് ഓരോ സ്റ്റോറികളൊക്കെ ഉണ്ടാക്കും. എന്നിട്ട് പിറ്റേ ദിവസം സ്പെഷ്യൽ സ്റ്റോറികളൊക്കെ വിടും. ഇപ്പോഴാവും അതൊന്നും നടക്കുന്നില്ല. അങ്ങോട്ട് രാഷ്ട്രീയമായിട്ട് ഞങ്ങൾക്ക് ഇപ്പോഴും എക്സ്ക്ലൂസീവ് കൊടുക്കാൻ കഴിയുമായിരുന്നു. സ്പെഷ്യൽ സ്റ്റോറികൾ നമ്മുടെ ഒരു പ്രധാനപ്പെട്ട കാലഘട്ടമായിരുന്നു അന്ന്. ഇപ്പോഴങ്ങനെയൊന്നും നടക്കുന്നില്ല. അതാണ് റിപ്പോർട്ടിങ്ങിൽ വന്നൊരു മാറ്റം. പക്ഷേ രാഷ്ട്രീയ നേതൃത്വം അതിന് മാധ്യമങ്ങളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. മാധ്യമങ്ങളിൽ നമുക്കനുകൂലമായ വാർത്ത എന്ത് വരണം എന്നുള്ളത് തീരുമാനിക്കാൻ ഇപ്പം കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ, അദ്ദേഹം മാധ്യമങ്ങളെ കണ്ടാൽ അദ്ദേഹം പറയുന്നതെല്ലാം കൊടുക്കാറില്ലേ? അതാണ് അതിൻ്റെ രാഷ്ട്രീയം. ഇന്നിപ്പോൾ പ്രോഗ്രസ് റിപ്പോർട്ട് നമ്മളിപ്പം ചർച്ചയ്ക്കെടുക്കുന്നു. കാരണം അത് അവതരിപ്പിക്കുന്നത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ്. പത്രക്കാരോട് വളരെ വളരെ വിദഗ്ധമായിട്ട് വളരെ പ്രൊഫഷണലായിട്ട് സംവദിക്കാൻ ശേഷിയുള്ള നേതാവാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ, യാതൊരു സംശയമില്ല. അപ്പോൾ ഞാൻ കരുണാകരൻ, EK നായനാർ തുടങ്ങിയ മുഖ്യമന്ത്രിമാരുമായിട്ട് വളരെ അടുത്ത് ഇടപെട്ടിട്ടുള്ളതാണ്. ഇതിൽ ഏറ്റവും എനിക്ക് തോന്നിയിട്ടുള്ളത് അങ്ങേയറ്റത്തെ ഒരു മാനേജ്മെൻറ്റ് സ്കിൽസുള്ള, ഭരണ നൈപുണ്യം കൈമുതലായിട്ടുള്ള, അദ്ദേഹം അങ്ങനെ എവിടെയും പഠിച്ചതൊന്നുമല്ല. ഈവൻ ചീഫ് സെക്രട്ടറി മുതൽ കേരളത്തിലെ മുതിർന്ന IAS ഉദ്യോഗസ്ഥർ വരെ അവരോട് വളരെ ഇഫക്റ്റീവായിട്ട് സംസാരിക്കാൻ, അവർ പറയുന്ന കാര്യങ്ങൾ കേട്ട് ആ സമയം തന്നെ ഓൺലൈൻ എന്നൊക്കെ നമ്മൾ പറയാം, തത്സമയം തന്നെ വളരെ വിദഗ്ധമായി തീരുമാനമെടുക്കാൻ ശേഷിയുള്ള ഒരു മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ. കരുണാകരൻ്റെയും ഉമ്മൻചാണ്ടിയുടെയും ശക്തി, അതുപോലെയുള്ള ഓർമ്മശക്തി, ഫയൽ നോക്കാനുള്ള കഴിവൊക്കെ ഞാൻ നേരിട്ട് കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ പിണറായി വിജയന്, കേരളത്തിൻ്റെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ആ ഒരു വലിയ മാനേജ്മെൻറ്റ് സ്കിൽസ് എന്ന് ഞാൻ തന്നെ പറയും. ആ മാനേജ്മെൻറ്റ് സ്കിൽസൊക്കെ പ്രയോഗിക്കുമ്പോൾ എൻ്റെ ബലമായ അഭിപ്രായം ഗവർണൻസ്, കേരളത്തിൻ്റെ ഗവർണൻസ് ഇതിലും 10 മടങ്ങ് പോകേണ്ടതായിരുന്നു. കാര്യങ്ങൾ തടസ്സമായി നിന്നിട്ടുണ്ട്. അതാണ് ഞാൻ പറഞ്ഞു വെക്കുന്നത്. ഇതിലും 10 മടങ്ങ് പോകണമായിരുന്നു എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. കാരണം കേരളത്തിലെ ജനങ്ങൾ പിണറായി വിജയനിൽ നിന്നും, രണ്ടാം പിണറായി സർക്കാരിൽ നിന്നും വളരെയധികം പ്രതീക്ഷിക്കുന്നുണ്ട്. ഒരു പക്ഷേ അതായിരിക്കാം ഇപ്പോഴത്തെ ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പിന് കാരണം എന്നാണ്. അതിന് മാധ്യമങ്ങൾ കൂടി ഉത്തരവാദികളാണോ അല്ലയോ എന്നുള്ളത് കൂടി ഞാൻ കുറ്റപ്പെടുത്തത്തില്ല.